അടുത്ത 2-3 ദിവസത്തേക്ക് ഞാനൊരു റിയലിസ്റ്റിക് ആയുള്ള ഒരു സീരിയൽ കില്ലർ ആവാൻ പോവാ. സോ അക്കോർഡിംഗ് ടു ഗൂഗിൾ 3-3 ആൾക്കാരെ കൊല്ലുന്ന ആളെയാണ് സീരിയൽ കില്ലർ എന്ന് പറയുന്നത് നമ്മൾ. സോ അതുകൊണ്ട് തന്നെ മിനിമം എന്റെ ടാർഗറ്റ് 3 പേരാണ്, മാക്സിമം എന്ന് പറഞ്ഞാൽ 5 പേരും. ബട്ട് ദർ ഇസ് എ ചലഞ്ച്. ഞാൻ എടുക്കുന്ന ഓരോ കില്ലും ഭയങ്കരമായിട്ട് റിയലിസ്റ്റിക് ആയിരിക്കണം. അതായത് ചുമ്മാ റാൻഡം ആയിട്ട് ടൗൺ നിൽക്കുന്ന ഒരാളെ പോയിട്ട് കൊല്ലാൻ എനിക്ക് പറ്റത്തില്ല. ഈ ചലഞ്ചിന്റെ ഇടയ്ക്ക് നമ്മളെപ്പോഴെങ്കിലും പോലീസ് പിടിക്കുവാണെങ്കിലോ ഇല്ലെങ്കിൽ നമ്മൾ മരിക്കുവാണെങ്കിലും നമ്മുടെ ചലഞ്ച് നോക്കുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്, ഹിയർ വി ഗോ. ഗയ്സ്, നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഇവിടെയൊന്നുമല്ല, അങ്ങ് വാലന്റൈനിലാണ്. ഇതാണ് നമ്മുടെ കഥാനായകൻ ആർത്തർ, സീരിയൽ കില്ലർ. ഗയ്സ്, എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഒരു സീരിയൽ കില്ലർ ആവണമെങ്കിൽ നമ്മുടെ അത്യാവശ്യം നമ്മുടെ തോക്ക് വേണം, പിന്നെ നമ്മുടെ ഒരു വാക്കത്തി വേണം, പിന്നെ നമ്മുടെ ആൾക്കാരെ എറിഞ്ഞിട്ട് പിടിക്കാൻ വേണ്ടി ഒരു കയറും വേണം, പിന്നെ ഒരു കുതിരയും വേണം. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ആർത്തറിൻ്റെ കയ്യിൽ ആകെ ലാസോ മാത്രമേ ഉള്ളൂ. സോ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കണം, പക്ഷെ അതിനുള്ള കാശ് നമ്മുടെ ഇല്ല. നമുക്ക് എന്തായാലും ഈ കടയിൽ കയറിയിട്ട് ഇതിന് ജോലി ഉണ്ടോ ചോദിക്കാം. അങ്ങനെ ആ കടയിൽ കയറുന്ന ആർത്തർ ജോലി ഉണ്ടോ ചോദിക്കുന്നു. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് വേണ്ട ജോലി അവിടെ ഇല്ല. പിന്നെ എന്ത് ചെയ്യുന്ന ഓർത്ത് ഇറങ്ങി വന്ന ആർത്തിന്റെ മുന്നിൽ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന വഴി തന്നെ മോട്ടിക്കുക. ഓക്കെ, നമുക്ക് ആദ്യം ഇവൻ്റെ തന്നെ മേടിക്കാം. സോ മര്യാദയ്ക്ക് കാശ് വെച്ചവൻ തരുന്നൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അടിച്ച് മേടിക്കാം. ഓക്കെ, അവൻ്റെ നമുക്ക് ആകെ മൊത്തം 53 സെൻറ്റേ കിട്ടിയുള്ളൂ. അതുപോലെ നമുക്ക് എന്തായാലും അടുത്തുള്ള നോക്കാം. അങ്ങനെ 2-3 ആൾക്കാർ നമ്മൾ ഇടിച്ച് അവൻ്റെ നിന്ന് കാശ് മേടിച്ച ശേഷം നമ്മൾ നടന്നു വരുന്ന വഴിക്കാണ് ഒരു പോസ്റ്റ് ചവിട്ട് നിൽക്കുന്നതാണെന്ന്. അപ്പോഴാണ് നമ്മുടെ ആർത്തർ ശ്രദ്ധിക്കുന്നത് അവൻ്റെ തോക്കുള്ള കാര്യം. സോ ഇവനെ ഇടിച്ചിട്ട് നമുക്കൊരു തോക്കെടുക്കാം. അങ്ങനെയാണ് പിന്നെ തോക്കിൻ്റെ കാശ് നമുക്ക് ലാഭിക്കാമല്ലോ. സോ അങ്ങനെ നമ്മൾ അവൻ്റെ തോക്കും എടുത്തിട്ടുണ്ട്. നമുക്കിനി വേണ്ട എന്താണെന്നൊക്കെയാണെന്ന് വെച്ചാൽ വാക്കത്തിയും വേണം, പിന്നെ അതുപോലെ തന്നെ കുതിരയും വേണം. സോ വാക്കത്തിക്ക് വേണ്ട കാശ് അത്യാവശ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് എന്തായാലും അടുത്തുള്ള സ്വാൾ ഷോപ്പിൽ പോവാം. ഓക്കെ കേസ്, അങ്ങനെ നമ്മൾ നല്ല കത്തി മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട സാധനം കുതിരയാണ്. ആക്ച്വലി കുതിര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എല്ലാം കെട്ടിയിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരുത്തിനെ അടിച്ചോണ്ട് പോകും നമുക്ക് നൈസിന് പോയിട്ട്. ഓക്കെ, നമ്മൾ ഇവിടെ ഒരുത്തിനെ കാണുന്നുണ്ട്. നൈസിന് പിന്നെ തട്ടിയില്ല നമുക്ക്. സോ ആൾക്കാരൊക്കെ ഉണ്ട്, അതിനും കുഴപ്പമൊന്നുമില്ല. കുറച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരത്തുള്ളൂ. സോ നമ്മൾ നേരിട്ട് ഈ കുതിര എടുത്തിട്ടുണ്ട്. സോ ആക്ച്വലി നമുക്ക് വാങ്ങിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല, നമ്മുടെ കുതിരയല്ലേ ഇരിക്കുന്നത്. വേഗം ഓടിക്കഴിഞ്ഞാൽ വിഷയം തീരും. സോ അടുത്തത് എനിക്ക് നല്ലൊരു വീടാണ്. എൻ്റെ കൊലപാതകങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു വീട്. നമുക്ക് വേണ്ടത് കാടിനുള്ള ഒറ്റപ്പെട്ട അധികം ആൾക്കാരും വന്നു ചേരാത്ത, ഒരാളെ കൊന്നു കഴിഞ്ഞൊരു ഈച്ചക്കുഞ്ഞു പോലും അറിയാത്ത വീടാണ് നമുക്ക് വേണ്ടത്. സോ അതിനുള്ള വീട് നമുക്ക് തപ്പാം. അങ്ങനെ ആർത്തർ നടന്ന വഴിക്ക് നമുക്കൊരു വീട് കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഈ വീടുണ്ട്, നമുക്ക് വേണ്ട കൊലപാതകങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ടെറലൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് വീട്ടിൽ ചെന്ന് നോക്കാം. അങ്ങനെ ആ വീട്ടിൽ കയറി ചെന്നുമ്പോഴാണ് ആ വീട്ടിൽ ചേട്ടൻ നിൽക്കുന്നതിന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആക്ച്വലി ആ വീട്ടിലെ ചേട്ടൻ ഒറ്റയ്ക്കല്ല, ചേട്ടൻ്റെ ഭാര്യയും കൂടിയുണ്ട്. സോ ഇവിടെ നമുക്ക് നല്ല 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഈ വീട്ടിലെ ആളെ കൊന്നിട്ട് നമുക്ക് ഈ വീട് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ നല്ല വീട് നോക്കി പോവാം. പക്ഷേ ഞാൻ ഓപ്ഷൻ 1 തീരുമാനിച്ചു, ഈ വീടിന് എടുക്കാം. സോ അതിന് നമുക്ക് ആദ്യം ഇവരെ കൊല്ലണം. നമ്മുടെ ആർത്തർ അങ്ങനെ അവരെ 2 പേരും കൊന്നിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി നമ്മളൊരു വെടി വെച്ച് കൊന്നുകൊണ്ട് നമ്മുടെ സീരിയൽ കില്ലിങ്ങിൽ പെടുത്താവോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അതായത് നമുക്കിനെ കൊല്ലേണ്ടി വന്നു. കുഴപ്പമില്ല, നമുക്കിനെ വേറൊരു പരിഹാരം ചെയ്യാം. സോ നമുക്കിനി വീട്ടിൽ ഡ്രസ്സൊക്കെ മാറണം. ഡ്രസ്സൊക്കെ മാറി വന്ന ആർത്തർ നൈസിന് അവർ 2 പേരും കൊണ്ട് മേളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് സോ ഡേ 1 നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി. നമ്മൾ വെടിവെച്ചിട്ടാണ് 2 പേരെ കൊന്നെങ്കിൽ പോലും നമ്മൾ 2 പേരെ കൊന്നിട്ടുണ്ട്. അടുത്ത ഇടയ്ക്ക് വേണ്ടി നമ്മുടെ ആർത്തർ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയത്താണ് വഴിയിലൊരു കുതിര കിടക്കുന്നത് കാണുന്നത്. സത്യം പറഞ്ഞാൽ അത് കുതിര കിടക്കുന്നതല്ല, ചത്തുപോയതാണ്. കുറച്ചും കൂടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ ഒരു ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട്. ഓ, അതിനിപ്പോൾ എന്താ കയറിക്കോ നമ്മൾ കൊണ്ട് വിടാലോ. അതിനിപ്പോൾ എന്താ, വേണ്ട സ്ഥലത്ത് തന്നെ വിടാം. സോ നമ്മുടെ കുതിരയുടെ പുറകിൽ അവർ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെയും കൊണ്ട് നമ്മുടെ സ്ഥലത്ത് ചെല്ലണം. പോകുന്ന വഴിക്ക് നമ്മുടെ ചേച്ചി നമ്മൾ വഴിമാറി പോകുന്ന കണ്ട് ഒച്ചെടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മുടെ ആർത്തർ എന്ത് ചെയ്ത് നൈസായിട്ട് ഒരിടത്ത് നിർത്തി ഇവരെയും കെട്ടിയിടുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അവരുടെ സൈഡിൽ ശല്യം ഉണ്ടാകില്ല. അങ്ങനെ ഏകദേശം വൈകുന്നേരത്തോടെ വീട്ടിൽ എത്തുന്ന ആർത്തർ അവരെയും കൊണ്ട് മേളിലേക്ക് ചെല്ലുന്നു. പക്ഷെ നമ്മളറിയാത്ത വേറെ കാര്യം എന്താ വെച്ചാൽ ആർത്തർ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ പുറത്തു നമ്മൾ കാണുന്നുണ്ടായിരുന്നു. തൻ്റെ 3 നിരയിലും കൊന്നതിന് ശേഷം ആർത്തർ തൻ്റെ 4ാമത്തെ ഇരയ്ക്ക് വേണ്ടി തേടി നടക്കുന്ന സമയത്താണ് അടുത്തുള്ളൊരു ഫാം ഹൗസ് കാണുന്നത്. അടുത്തൊന്നും ആരുമില്ല എന്ന് മനസ്സിലാക്കുന്ന ആർത്തർ പതിയെ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ 4ാമത്തെ ഇരയിലും കിട്ടുന്ന ആർത്തർ അവനെ തന്നെ ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോകുന്നു. വീട്ടിൽ ചെന്ന് മേളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ മൊത്തം രക്തക്കളവാണ്. കഴിഞ്ഞ ആൾക്കാരുടെ ഒക്കെ രക്തത്തിന്റെ കറയാണ്. അങ്ങനെ അവനെ കൊല്ലാൻ നിൽക്കുന്ന ആർത്തർ അറിയാത്ത വേറൊരു കാര്യം നടക്കുന്നു. കഴിഞ്ഞ തവണ ഓടിപ്പോയ ആളുടെ പരാതി പ്രകാരം നമ്മുടെ ഔട്ട് ഹൗസിൽ എന്ത് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പോലീസുകാർ ചെക്കിങ്ങിന് വരുന്നു. എന്നാൽ ഈ സത്യം അറിയാണ്ട് ആർത്തർ കൊലപാതകം നടത്തുന്നു. പെട്ടെന്ന് ആർത്തർ അയാളെ കൊല്ലുന്ന നിലവിളി കേട്ടിട്ട് നമ്മുടെ പോലീസ് ഓഫീസർക്ക് ഫയർ ചെയ്യുന്നുണ്ട്.
ഫയറിംഗ് വെച്ച് കേൾക്കുന്ന ആർത്തർ തൻ്റെ ചുറ്റും പോലീസ് വളഞ്ഞ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വീടിൻ്റെ പുറകിൽ കൂടെ ഓടാൻ നോക്കുന്നു. 2-3 വീട് നമ്മുടെ ആർത്തറിന് കൊള്ളുന്നുണ്ടെങ്കിലും വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ട് ആർത്തർ ജീവനും കൊണ്ട് ഓടുന്നു. കുറേ ഓടിയിട്ടും പോലീസ് പോകുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ആർത്തർ തൻ്റെ ഫ്രണ്ടിൽ കിടന്ന പുഴയിലോട്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് എടുത്ത് ചാടുന്നു. അങ്ങനെ പുഴ നീന്തി കിടക്കുന്ന ആർത്തറിനെ കാണിച്ചുകൊണ്ട് നമ്മുടെ സീരിയൽ കില്ലറിൻ്റെ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു.